ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. എൻ്റെ കൃഷി ചെയ്യുക, ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് കൃഷിയിൽ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഓണക്കാലമായി അല്ലേ, ഇതുപോലെ പലയിടങ്ങളിലും നമുക്ക് സജീവമായി പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതൊക്കെ ഓണം വിപണി ലക്ഷ്യമിട്ടുള്ള പൂക്കൃഷിയാണ്. അപ്പോൾ ഒരു പൂക്കൃഷി നടക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മണലൂർ എന്ന മേഖലയാണ്. ഇവിടെ തരിശു കിടക്കുന്ന എല്ലായിടങ്ങളിലും സജീവമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകയെ നമുക്ക് പരിചയപ്പെടാം. ശോഭിക ചേച്ചി. ചേച്ചി നമസ്കാരം. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. വളരെ മനോഹരമായ ഒരു ചെണ്ടുമല്ലി തോട്ടം. ഇതിനപ്പുറം ഇനിയും ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഒരു വിധത്തിൽ എല്ലാത്തരം കൃഷികളും ഉണ്ട്. അത് കാലാവസ്ഥ അനുസരിച്ച് ഞാൻ കൃഷിയെ മാറ്റിക്കൊണ്ടിരിക്കും. ശീതകാലം, പിന്നെ വരണ്ട സമയത്ത് വരുന്നത്, അങ്ങനെ പല രീതിയിലുള്ള കൃഷികളും ഓരോ സമയത്ത് മാറി മാറി ചെയ്യാ. വെണ്ട, പച്ചമുളക്, അതൊക്കെ ഓരോ ഏരിയകളിലാണ് ഇങ്ങനെയുള്ളത്. അല്ലാണ്ട് എല്ലാത്തിലിട്ട് കൂർക്ക, മഞ്ഞൾ ധാരാളം ചെയ്യും ഞാൻ. അതെല്ലാം ജൈവം തന്നെയാണ് കൂടുതലും. പിന്നെ കൊള്ളി, തക്കാളി, മഴവില്ല്, ചോളം. എനിക്ക് മഞ്ഞളാണ് ഹൈലൈറ്റ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ചെയ്ത് അത് വലിച്ച് കഴുകി ചെമ്പിലാണ് ഞാൻ പുഴുങ്ങുക. എന്നിട്ട് അത് മാത്രം പൊടിക്കുന്ന പില്ലറിൽ കൊണ്ടുപോയി അത് പൊടിച്ച് അത് ചൂടാറ്റി പാക്ക് ചെയ്തിട്ടാണ് എൻ്റെ വിപണനം. അതിന് ധാരാളം ആളുകൾ പുറത്തു പോണവരാണ്, പുറം രാജ്യങ്ങളിലേക്ക് പോണവരാണ്. കിലോ കണക്കുകൾക്ക് മുഴുവനാക്കി ചെയ്യുന്നുണ്ട്. പൂക്കൃഷി ഇതിപ്പോ ഒരു 30 സെന്റില് ചെയ്തിട്ട് ഞാൻ ഇപ്പം 36-37 വർഷമായി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. പക്ഷെ ഒരു 6 കൊല്ലം ഞാൻ കർഷക തൊഴിലാളിയായിട്ടാണ് പോയത്. എനിക്ക് കൃഷിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചു. അതിനോടുമായിട്ട് ഞാൻ എൻ്റെ ഇതേപോലുള്ളൊരു എൻ്റെ പ്രവൃത്തിയുടെ ഒരു വീക്ഷണത്താലായിരിക്കാം കർഷക മുതലാളിമാരെ എനിക്ക് നിലം തന്നു പണിത് നോക്ക് ശോഭികെ, എനിക്ക് ഞങ്ങൾക്ക് പണിക്ക് ചെല്ലുമ്പോൾ പണിയിലൊരു നേതാവ് ഉണ്ടാവുമല്ലോ, അവരാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. 6 കൊല്ലം അങ്ങനെ നടന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു 5 പറയ്ക്ക് നിലം, അങ്ങനെ പിന്നത്തെ കൊല്ലം ഒരു ഏക്കറി, അങ്ങനെ ഓരോ പാടശേഖരങ്ങളിലേക്ക് ഇപ്പം 25 ഏക്കറിൽ മാത്രം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 3.5 ഏക്കറോളം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മണലൂർ തിണ്ടാട്ട് റോഡിന് നടന്ന് ഇവിടെ എത്തുമ്പോൾ ഈ വരുന്ന വഴിയിൽ ഒരുപാട് ഇടങ്ങളിൽ പല വീടുകൾ, അവരുടെ പറമ്പുകളൊക്കെ അവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പറയുകയാണ് ചേച്ചി ഇതൊക്കെ എൻ്റെ കൃഷിയിടമാണ്, ഞാൻ ചെയ്തതാണ് എന്ന്. നാട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് ധാരാളം ഉണ്ട്. ഈ ഉടമകൾ അവർ തന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ സപ്പോർട്ട് 100-ൽ 100 തന്നെയാണ്. അതേപോലെ തന്നെ ജനങ്ങളുടെ ആയാലും വാർഡ് മെമ്പർമാരുടെ ആയാലും പഞ്ചായത്തിൽ നിന്നായാലും കൃഷിഭവനിൽ നിന്നായാലും ബ്ലോക്കിൽ നിന്നായാലും ADO നിന്നായാലും എല്ലാതും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. നല്ല ക്ലാസ്സുകൾ തരുന്നുണ്ട്, ധാരാളം അവാർഡുകൾ. ഞങ്ങൾ ചേച്ചിനെ കുറിച്ച് അറിയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു ആത്മ അവാർഡ് ചേച്ചിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായാലും സജീവമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ് എന്ന് നമ്മൾ തപ്പി പിടിച്ചാണ് ചേച്ചിയുടെ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് ഇടങ്ങൾ ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കാണാം ഇതുപോലെ പറമ്പുകളൊക്കെ വെറുതെ കിടക്കുന്നത്. അപ്പോൾ ആ നാട്ടിൽ ഒരാൾ വിചാരിച്ചാൽ ഒരുപാട് ഇടങ്ങൾ വെറുതെ കിടക്കുന്ന സ്ഥലമൊക്കെ ഇതുപോലെ സജീവമാക്കാം എന്ന് ചേച്ചി നമുക്ക് കാണിച്ചു തരാണ്. ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പാടത്ത് പണിക്കൊക്കെ ആളുകൾ വേണ്ടി വരും. കൃഷിയിടത്തിലും ഇതിപ്പോ ഒന്ന് കിളച്ച് മറിക്കാനൊക്കെ വളമൊക്കെ ഞാൻ തന്നെ ഇടുന്നുണ്ട്. അതെന്ന് പറയുന്നത് ജൈവവളം തന്നെയാണ്. പച്ചക്കറിയിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്ര ഏരിയകളാവുമ്പോൾ നമുക്ക് നെല്ലിൽ അത് പറ്റില്ല. എല്ലാം മെഷീനല്ല, എന്നാലും വളമിടുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഓണാവും, അത്തത്തുന്ന ഉദ്ഘാടനം കഴിക്കണം. കറക്റ്റായിട്ട് വരും. വെയിൽ 4 ദിവസം ഒരു വെയിൽ ഉദിച്ചതിനേലും നല്ല ഫ്ലവറിങ് വരും. ഇതൊക്കെ പച്ചക്കറി ആണെങ്കിൽ നമുക്ക് ഓണവിപണിയിലേക്ക് സജീവമായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ എങ്ങനെയാ അതിന്റെ വിപണനം എങ്ങനെയാണ്? ഞാൻ നിക്കോ ഷോപ്പിൽ കൊടുക്കും. പിന്നെ ആരൊക്കെ വന്ന് ചോദിക്കണമെങ്കിൽ അവർക്ക് കൊടുക്കും. പിന്നെ ആരെങ്കിലും വില കിട്ടും. പിന്നെ ഇപ്പം നമുക്ക് സന്തോഷമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ തന്നെ ഞാൻ വെറുതെ കൊടുക്കും. എൻ്റെ ജീവിതം ഈ കൃഷിയാൽ ഞാൻ സന്തോഷവതിയാണ്. എനിക്ക് 3 പെൺമക്കളാണ്.
അവരെ 3 ആളെ വിവാഹം ഈ കൃഷിയിൽ കൂടെ മാത്രം, വേറൊരു വരുമാനവും എനിക്കില്ല. ചില ആളുകൾക്ക് ഒരു കൈപുണ്യം ഉണ്ടെന്ന് പറയും, എന്ത് തൊട്ടാലും അത് പാകും. പൊന്നാകും. അതന്നെ ഇത് ഞാൻ മണ്ണ് തൊട്ട് കൊണ്ടും ഒപ്പം മനസ്സുകൊണ്ടും ആത്മധൈര്യം കൊണ്ടും അതിനോടുള്ള ഒരു പാഷൻ കൊണ്ട് പാഷൻ. അത് ചിലർ പറയും എനിക്ക് എന്നിട്ടാലും ശരിയാ. അയ്യോ, എനിക്ക് കൃഷിയോട് പ്രേമം തന്നെയാണ്. എൻ്റെ കുട്ടികൾ പറയും എന്നോട്, അമ്മയ്ക്ക് പാടത്തെ നെല്ലിന് പനിയുണ്ടോ ചുമയുണ്ടോ എന്നല്ലാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അസുഖങ്ങളോ ഞങ്ങളുടെ ആവശ്യങ്ങളോ മറ്റൊന്നും അമ്മയ്ക്ക് ചിന്തിക്കാൻ നേരമില്ല. അവരൊരു കുറ്റപ്പറച്ചിലാണ് എന്നോട് എപ്പോഴും. നമ്മുടെ ഒരു ഡെഡിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ടിപ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ അനുവർത്തിച്ച് വരുന്ന ടിപ്സ്? ആദ്യം ഞാൻ പൂട്ടിക്കും. പൂട്ടി കഴിഞ്ഞാൽ തടം കോരി കഴിഞ്ഞാൽ ഞാൻ കുമ്മായോ അല്ലെങ്കിൽ ഡോളമൈറ്റോ മസ്റ്റ് ഇടും. അത് ഇട്ട് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ അത് തുറന്ന് പിന്നെ വളം ജൈവം കോഴിക്കാട്ടം പശു വെച്ചൊരു പശു ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നൊരു പശുവിനെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ചാണം മൂത്രം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചാക്കിലാക്കി വെക്കും, ഓരോ പ്രാവശ്യത്തേക്കുള്ളത്. പോരാണ്ടാകുമ്പോൾ ഇവിടുന്ന് എവിടുന്നേലും വാങ്ങിക്കും പച്ചച്ചാണം. ഇതിനൊക്കെ ഞാൻ പച്ചച്ചാണം വയ്ക്കാതെ അല്ല, മഞ്ഞളിൽ പച്ചച്ചാണാണ് കൂടുതൽ. അതല്ല അവിടെ കൂടുതലുണ്ട്. അപ്പം അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നടും, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നടും. തടം വെച്ച് നടും. വെള്ളം ഒലിച്ചു പോകും. ഇപ്പം പണിക്കാരില്ലാത്ത കാരണം ഇപ്പം ഇത്രയൊരു ഇതായി. എൻ്റെ കണ്ണോപ്പറേഷനും കഴിഞ്ഞ കാരണമാണ് ഒരു നോട്ടത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നു. ജീവാമൃതം ഉണ്ടാക്കും, അതാണ് പച്ചക്കറി മെയിൻ. ഇത് അടിവളം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവാമൃതമാണ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഉണ്ടാവും. എന്നാലും വളരെ സന്തോഷം ചേച്ചി ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റിയതിൽ. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ശോഭിക ചേച്ചി. ഒരുപാട് ഇടങ്ങൾ ശരിക്കും നമ്മളൊക്കെ എന്താ പറയുക, ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ചേച്ചി ഒരു മാതൃകയാണ്. അപ്പോൾ ഇതുപോലെ വെറുതെ കിടക്കുന്ന നിലങ്ങളൊക്കെ നിങ്ങൾ കൃഷിയോഗ്യമാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് കൊടുക്കുക, അല്ല ആ ഒരു മനസ്സ് കാണിക്കുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ആ മനസ്സ് കാണിച്ചതുകൊണ്ടാണ് ചേച്ചിക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും ചേച്ചി. ഇനിയും ഒരുപാട് ഇടങ്ങൾ ഈ നാട്ടിലൊക്കെ ഇനിയും ഒരുപാട് ഇടങ്ങൾ കിട്ടട്ടെ, ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റട്ടെ. സ്വന്തമായിട്ട് സ്ഥലം വേണമെന്നൊന്നും ഇല്ല കൃഷി ചെയ്യാൻ, സ്ഥലമില്ല കൃഷി ചെയ്യാൻ എന്നൊക്കെ പറയും. പക്ഷേ ഇത് ശരിക്കും ഒരു മാതൃകയാണ്. സ്വന്തം സ്ഥലമൊന്നും വേണ്ട, നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല മനസ്സുകളുണ്ട്, നമുക്ക് ഇതുപോലെ സ്ഥലം തരും, അവിടെ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകാൻ പറ്റും. സന്തോഷം ഒപ്പം ഒരു ആദായം, അല്ലേ? എന്തായാലും വളരെ നന്ദി ചേച്ചി. ഇവിടെ വന്ന് ചേച്ചിനെ കാണാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞതും ഞങ്ങൾക്കും ഇന്ത്യൻ വാർത്തയ്ക്കും വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.